ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്. പലരും വാഹനം ഓടിക്കുന്നവരും. യാത്ര ചെയ്യുമ്പോഴും വാഹനം ഓടിക്കുമ്പോഴും ചിന്തകളിലും പെരുമാറ്റത്തിലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോ ആരംഭിക്കാം. നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ പുറകിൽ നിന്നോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നോ അമിത വേഗത്തിൽ വാഹനങ്ങൾ വരുന്നത് ഒരു സാധാരണ കാഴ്ചയാണ്. ഈ സമയങ്ങളിൽ നമുക്ക് പലപ്പോഴും അവരെ കടത്തിവിടാൻ തോന്നാറില്ല. പക്ഷേ നമ്മൾ ചിന്തിക്കുക, എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടായിരിക്കാം അവർ സ്പീഡിൽ പോകുന്നത്. ചിലപ്പോൾ ഈ കാരണങ്ങളൊന്നുമില്ലാതെയും പലരും വേഗത്തിൽ പോകാറുണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ വേഗത്തിൽ പോകുന്ന ഒരു വാഹനം കണ്ടാൽ അത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നായാലും പുറകിൽ നിന്നായാലും അവർക്ക് വേണ്ട പരിഗണന നൽകി അവരെ കടത്തിവിടുക. അങ്ങനെ ചെയ്യുന്നത് വഴി എന്താണ് നമുക്കുള്ള പ്രയോജനം? കടത്തിവിട്ടില്ല എങ്കിൽ അവർ ഏത് മാനസിക അവസ്ഥയിലാണോ ഉള്ളത് എന്നതിനെ ബേസ് ചെയ്തായിരിക്കും അവരുടെ അടുത്ത നീക്കം. നമ്മൾ കടത്തിവിടാതിരിക്കും തോറും അവർക്ക് അത്യാവശ്യം അനുസരിച്ച്, അവരുടെ ആവശ്യം അനുസരിച്ച് അവർ കൂടുതൽ അഗ്രസീവ് ആകാനും കൂടുതൽ സ്പീഡിൽ വാഹനം ഓടിക്കാനും കൂടുതൽ ശ്രദ്ധയില്ലാതെ വാഹനം ഓടിച്ച് നമുക്ക് പോലും അപകടമുണ്ടാകുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനും സാധ്യത വളരെ കൂടുതലാണ്. അവർക്കും നല്ലത്, നമുക്കും നല്ലത്. എന്താണ്? സ്പീഡിൽ വരുന്ന വാഹനങ്ങൾ പോയിക്കോട്ടെ. അടുത്തതായി, വളരെ തിരക്കിട്ട് യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന ഒരു സാഹചര്യം സങ്കല്പിക്കുക. അത് നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിൽ ഉൾപ്പെടുന്ന ഓഫീസിലേക്കുള്ള യാത്ര അല്ലെങ്കിൽ കോളേജിലേക്കുള്ള യാത്രയായിരിക്കാം. ഏതെങ്കിലും ആയിക്കോട്ടെ. തിരക്കിട്ട് യാത്ര ചെയ്യാൻ കാരണം ഓൾറെഡി നിങ്ങൾ ലേറ്റ് ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് എത്രയും വേഗം നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തേണ്ടതുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ യാത്രാമധ്യേ ഒരു ബ്ലോക്ക് ഉണ്ടായി. അവിടെ നിങ്ങൾക്ക് കയറി പോകാൻ യാതൊരു സാധ്യതയുമില്ല. സ്വാഭാവികമായും നിങ്ങൾ അസ്വസ്ഥനാകും. കാരണം ഓൾറെഡി നിങ്ങൾ ലേറ്റ് ആണ്. അതിൻ്റെ ഒപ്പം വീണ്ടും ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യും? കൂടുതൽ വികാരഭരിതനായി അല്ലെങ്കിൽ ഇമോഷണലായി ഹോണടിക്കുന്നു. സ്പേസ് ഇല്ലെങ്കിലും കയറി പോകാൻ ശ്രമിക്കുന്നു. പക്ഷെ നടക്കുന്നില്ല. ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഇമോഷണലി സ്റ്റേബിൾ അല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നില്ല, കൃത്യമായ തീരുമാനം എടുക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ശ്രദ്ധ കുറവായതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു വിസിബിലിറ്റിയും കുറയാൻ സാധ്യതയുണ്ട്. അപകട സാധ്യത കൂടുതലാണ് ഈ ഒരു സിറ്റുവേഷനിൽ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ രണ്ട് കാറ്റഗറി ആയിട്ട് തരംതിരിക്കുക. ഒന്ന് കൺട്രോളബിൾ, മറ്റേത് അൺകൺട്രോളബിൾ. നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ളവയും നിയന്ത്രണാതീതമായതും. മനസ്സിലാക്കുക, നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങൾ, അത് നിങ്ങൾ എത്ര ദേഷ്യപ്പെട്ടാലും എത്ര ഇമോഷണൽ ആയാലും എത്ര വിഷമിച്ചാലും ആ ഒരു കാര്യത്തിന് യാതൊരു മാറ്റവും നിങ്ങളുടെ ദേഷ്യം കൊണ്ടോ വിഷമം കൊണ്ടോ ഉണ്ടാവാൻ പോകുന്നില്ല. അത് സംഭവിക്കാനുള്ള കാര്യം തന്നെ സംഭവിച്ചിരിക്കും. നിങ്ങൾ ഈ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കുകയും ഇമോഷണൽ ആകുകയും ചെയ്യുന്നത് കൊണ്ട് എന്താണ് അതിന്റെ റിസൾട്ടായി ഉണ്ടാകുന്നത്? ഞാൻ മുമ്പ് ചെയ്ത വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ നിങ്ങളുടെ പ്രധാന ജോലികളും കർത്തവ്യങ്ങളും ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കുറയുകയും ആ ജോലികൾ കൃത്യമായി ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്യും. നിങ്ങൾ ഒരു കുടുംബത്തിലെ മെമ്പർ ആണെങ്കിൽ, ഒരു ഫാമിലി മെമ്പർ ആണെങ്കിൽ, ആ കുടുംബത്തിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ചിന്തിക്കുക, അത് കൃത്യമായി ചെയ്യുക. നിങ്ങൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ആ ഓഫീസിലെ നിങ്ങളുടെ ചുമതലകൾ മനസ്സിലാക്കി ആ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക. നിങ്ങൾ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ കാര്യം ഭംഗിയായി ചെയ്യുക. നമ്മൾ ആരംഭിച്ചത് ട്രാഫിക് ബ്ലോക്കിലാണല്ലേ. അപ്പോൾ ആ സാഹചര്യത്തിൽ എത്ര തിരക്കാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, ഇത് നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ അവിടെ എത്ര ഇമോഷണൽ ആയാലും ആ ബ്ലോക്ക് ഒഴിവാക്കാൻ അല്ലെങ്കിൽ ബ്ലോക്ക് ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് ആ സമയത്ത് ബ്ലോക്കിൽ വാഹനം ഓടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിങ്ങൾ സമാധാനമായിരിക്കുക. ചിന്തിക്കുക, നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞാൽ, അതിപ്പോൾ സ്കൂളിലായാലും കോളേജിലായാലും ഓഫീസിലായാലും എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ എന്ത് കാര്യമാണ് ചെയ്യാനുള്ളത്, ആ കാര്യത്തെപ്പറ്റി ആലോചിക്കുക. എങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും ഭംഗിയായിട്ട് എൻ്റെ ഉത്തരവാദിത്തം ചെയ്യാം, ഈ കാര്യം സമാധാനമായി ആലോചിക്കുക. അല്ലാതെ അതിന് പകരം ട്രാഫിക് ബ്ലോക്ക് വന്നല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും, എനിക്ക് അവിടെ എത്തേണ്ട കാര്യമുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് നിങ്ങൾ എത്ര വിഷമിച്ചത് കൊണ്ടും ഒരു റിസൾട്ട് അവിടെ ഉണ്ടാകുന്നില്ല. അപ്പോൾ സമാധാനമായി ചിന്തിക്കുക, നല്ല തീരുമാനം എടുക്കുക. നമുക്ക് അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടേതല്ലാത്ത ആവലാതികൾ കുറയ്ക്കുക. നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ലാത്ത കാര്യങ്ങളെ പറ്റി ഓർത്ത് ഒരുപാട് വിഷമിക്കാതിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ പല കർത്തവ്യങ്ങളും ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ അവ ഏതൊക്കെയെന്ന് കൃത്യമായി മനസ്സിലാക്കുക. അത് ചെയ്യുന്നതിൽ പ്രാധാന്യം നൽകുക. ഈ പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല എന്ന് എനിക്ക് വ്യക്തമായി അറിയാം. പക്ഷേ ശ്രമിക്കുക. കുറെ നാളുകളുടെ പരിശ്രമത്തിലൂടെ ഈ കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന പല ടെൻഷനും സ്ട്രെസ്സും നിങ്ങൾക്ക് ഒഴിവാക്കുകയും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് കൂടുതൽ സന്തോഷവും സമാധാനമായിട്ടിരിക്കാൻ ഇതിലൂടെ സാധിക്കും. പലരും ചിന്തിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറഞ്ഞതെന്ന് എനിക്കറിയാം. ഈ വീഡിയോ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ കൂടി ഒന്ന് ചിന്തിച്ചു തുടങ്ങുക. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അങ്ങനെ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒരാൾക്കെങ്കിലും ഈ സന്ദേശം എത്തിക്കുന്നതിനായി ഈ വീഡിയോ അവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.